നമസ്കാരം. ഓ ഓ ഓം നമോ നാരായണായ. ശ്ലോകം 34 ഹരിനാമ കീർത്തനത്തിലെ ഗ എന്നു തുടങ്ങുന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ശ്ലോകം. ഗർവിച്ചു വന്നോരു ജരാസന്ധനോടു യുധി ചൊവ്വോട നിൽപ്പതിനു പോരാ നിനക്കു ബലം. അവാരിധൗ ദഹന ബാണം തൊടുത്തത് തിരിപ്പിപ്പതിന്നു മതി. നാരായണായ നമ. 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 ഗർവിച്ചു വന്ന ജരാസന്ധനോട് യുധി ചൊവ്വോടെ നിൽപ്പതിനു പോരാ നിനക്കു ബലം. ഭാഗവതം ദശമസ്കന്ധത്തിലുള്ള കഥയാണ് ജരാസന്ധൻ്റേത്. നമ്മളെല്ലാവരും അത് വായിച്ചിട്ടുമുണ്ട്. കംസനെ കൊന്നത് നിമിത്തം കംസൻ്റെ ശ്വശുരനായ ജരാസന്ധൻ കൃഷ്ണനോട് 18 പ്രാവശ്യം യുദ്ധത്തിന് വരികയും മധുരാപുരി വളയുകയും ചെയ്തു. 17 പ്രാവശ്യവും ജരാസന്ധൻ യാദവന്മാരാൽ പരാജിതനായി തീർന്നു. കൃഷ്ണൻ ജരാസന്ധനെ കൊല്ലാതെ തന്നെ പറഞ്ഞയക്കുകയും ചെയ്തു. കൃഷ്ണനല്ല ജരാസന്ധനെ കൊല്ലേണ്ടതെന്ന് കൃഷ്ണന് അറിയാവുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. 18ാം പ്രാവശ്യം ശൃഗാലവധത്താൽ ക്രുദ്ധനായ ജരാസന്ധൻ വീണ്ടും മധുരാപുരിയെ ആക്രമിച്ചു. പക്ഷേ ശ്രീകൃഷ്ണൻ വരുണ സഹായത്തോടെ പശ്ചിമാംബുധിയിൽ ജലം മാറ്റി കുശസ്ഥലി എന്ന ദ്വീപുണ്ടാക്കി അവിടെ വാണു. ശ്രീകൃഷ്ണനാൽ വധ്യനല്ല ജരാസന്ധൻ എന്ന അശരീരി നിമിത്തമാണ് ശ്രീകൃഷ്ണൻ ജരാസന്ധനെ കൊല്ലാതെ വിട്ടയച്ചത്. അതിനിയും ഇടയാകണ്ട എന്ന് കരുതി ദ്വാരകയിലേക്ക് ഭഗവാൻ മാറുകയാണ് ഉണ്ടായത്. അവിടെ നിന്നാൽ ആ ദേഷ്യം കൊണ്ടും വിരോധം കൊണ്ടും കൊന്നുകളഞ്ഞെങ്കിലും എന്ന് ഉള്ള ആ സംശയം കൊണ്ടാണ് ദ്വാരകയിലേക്ക് ഭഗവാൻ മാറുകയുണ്ടായത്. ഈ വസ്തുതയാണ് ഇവിടെ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് കണ്ടാൽ സാധാരണക്കാർക്ക് ജരാസന്ധനോട് യുദ്ധത്തിൽ നേർക്കുനേർ പൊരുതാൻ ഭഗവാന് കഴിവില്ലെന്ന് ധരിച്ചു പോകും. അങ്ങനെ തോന്നട്ടെ എന്ന് ഭഗവാനും വിചാരിച്ചു കാണും. ഭഗവാന്റെ ലീലകൾ അങ്ങനെയുള്ളതൊക്കെയാണല്ലോ. അവ്വാരിധൗ ദഹനബാണം തൊടുത്തതു തിളപ്പിപ്പതിന്നു മതി. നാരായണായ നമ. രാമാവതാരത്തിൽ സമുദ്രം വഴി കൊടുക്കാഞ്ഞതിനാൽ ആഗ്നേയാസ്ത്രമയച്ച് സമുദ്രജലം വറ്റിക്കാൻ ശ്രീരാമൻ ഒരുങ്ങിയ സന്ദർഭം പോലെ തന്നെ സമഞ്ജസമായി മേൽപ്പറഞ്ഞ വരികളിൽ അല്ലെങ്കിൽ പ്രകൃതത്തിൽ അർത്ഥയോജന വരുത്താൻ സഹായിക്കുന്നതാണ് ഈ സന്ദർഭം. പശ്ചിമ സമുദ്രത്തിൽ ശ്രീകൃഷ്ണൻ വരുണ സഹായത്താൽ ജലമകറ്റി കുശസ്ഥലി പട്ടണം ഉയർത്തി താമസിച്ച കഥയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ദഹനബാണം തൊടുക്കുക എന്നുള്ളത് ലാക്ഷണികമായ പ്രയോഗമാണ്. ജരാസന്ധനെ അകറ്റി നിർത്താൻ വേണ്ടി ചെയ്തതാകയാൽ സമന്വയിപ്പിക്കുവാൻ കൂടുതൽ ഉപപത്തി നൽകുന്നതും അതുതന്നെയാണ്. ഇപ്പറഞ്ഞ രണ്ട് കാര്യങ്ങളും വിരുദ്ധങ്ങളാണല്ലോ.
തങ്ങളിൽ വിരുദ്ധങ്ങളായവകൾ നാരായണായ നമ. അതുകൊണ്ട് അവ അസാധാരണങ്ങളുമാണ്. അസാധാരണത്വം ഭഗവാന്റെ കർമ്മങ്ങളിൽ കാണുന്നവ സാധാരണക്കാർക്ക് സമന്വയിപ്പിക്കുവാനും വയ്യ. അതാണല്ലോ മായ എന്ന് പറയുന്നത്. ധർമ്മശാസ്ത്രങ്ങളിലും ദർശനങ്ങളിലും പുരാണ ഇതിഹാസങ്ങളിലുമൊക്കെ ഈ അസാധാരണത്വം നമുക്ക് കാണുവാൻ കഴിയും. നമുക്ക് മനസ്സിലാക്കുവാൻ കുറച്ച് പ്രയാസമാണ് ഇവയൊക്കെ. അവ യുക്തിക്ക് നിരക്കുകയില്ലെന്ന് പറഞ്ഞ് തള്ളിയാൽ നമുക്ക് സാധാരണത്വത്തിനപ്പുറം ചെല്ലാൻ കഴിവില്ലെന്നേ അതിന് അർത്ഥമുള്ളൂ. ഈ രണ്ടറ്റങ്ങൾ വൈരുദ്ധ്യങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അനിതര സാധാരണത്വം. ബ്രഹ്മവും പ്രപഞ്ചവും രണ്ടായി കാണപ്പെടുമ്പോൾ ആർക്കും അനുഭവഗോചരം ആകുന്ന ഒരു വസ്തുത. മുപ്പത്തിനാലാമത്തെ ശ്ലോകം ഒന്നുകൂടി പാരായണം ചെയ്യാം. ഗർവിച്ചു വന്നോരു ജരാസന്ധനോട് യുധി ചൊവ്വോടെ നിൽപ്പതിനു പോരാ നിനക്കു ബലം. അവാരിധൗ ദഹന പാണം തൊടുത്തത് തിരിപ്പിപ്പതിന്നു മതി. നാരായണായ നമ. 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 ലോകാ സമസ്ത സുഖിനോ ഭവന്തു.